YNP ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 450 പേർക്ക് ഇരിക്കാവുന്ന AC ഹാൾ, 140 പേർക്ക് ഇരിക്കാവുന്ന കസേരകളും മേശകളുമുള്ള ഡൈനിങ് ഹാൾ, നവീകരിച്ച വിശ്രമ മുറികൾ, പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള, പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ്. വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ, വിവാഹ ഹാളിലും ഡൈനിങ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം, 75 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, താഴത്തെ നിലയിൽ AC ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ്. അലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ CPIM കൊച്ചി ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJPയുടെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP 2014 മുതൽ തുടർച്ചയായ അധികാരത്തിലാണ്. അതിനു മുൻപ് ശ്രീ വാജ്പേയിയുടെ നേതൃത്വത്തിൽ 6.5 വർഷക്കാലം, 2 തവണയായിട്ട് 6.5 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും BJPക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക. ബജ്രംഗ് ദൾ എന്നുള്ളത് ഇന്ത്യയിൽ സംഘപരിവാറിന്റെ നിരവധിയായ വ്യത്യസ്ത സംഘടനകളിൽ ഒന്നാണ്. ബജ്രംഗ് ദൾ പോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ ഇന്ത്യക്കകത്ത് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആദിവാസികൾക്കിടയിൽ അവർ സംഘടനയുണ്ട്. അത് വനവാസി എന്ന പേരിൽ തുടങ്ങുന്ന KJ മാക്സി MLA അധ്യക്ഷത വഹിച്ചു. PS രാജം, KM റിയാദ്, PC ബിജു, KJ ആന്റണി, K എഡ്വിൻ, PJ ദാസൻ, NJ അലോഷി എന്നിവർ സംസാരിച്ചു. ചുള്ളിക്കൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പൊതുയോഗവേദിയായ നസ്രത്ത് ജംഗ്ഷനിൽ സമാപിച്ചു. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥരാക്കുന്ന ചില നടപടികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെപ്പറ്റി ലോകരാഷ്ട്രങ്ങളിടയിൽ വളരെ മതിപ്പുള്ള ഒന്നായിരുന്നു. വിദേശത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും അവിടെയെല്ലാം ഒരു ഭാരതീയ എന്ന് പറയുമ്പോൾ പ്രത്യേക ആദരവ്, ബഹുമാനം കിട്ടുക സാധാരണമായിരുന്നു. ഇവിടെ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ആ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ, പൗരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആദരവ് ലഭിച്ചിരുന്നതാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ അസ്വസ്ഥതയും അസമാധാനവും സന്തോഷത്തിൻ്റെ ആ രേഖ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗ്രാഫില് വളരെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.